പാതാളം ESIയിൽ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല, രോഗികൾ ദുരിതത്തിൽ. വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന ഏലൂർ പാതാളം ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ഏകദേശം 3 മാസം പിന്നിടുന്നു. 150 പേരെയാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത്. മാസം 250ഓളം ശസ്ത്രക്രിയകളും നടന്നിരുന്നു. മാർച്ച് 16 മുതൽ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിലവിൽ ശസ്ത്രക്രിയകൾ നീട്ടിവെക്കുകയോ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർ പറയുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന ഓട്ടോക്ലേവ് യന്ത്രം തകരാറിലായതാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണം. പുതിയ യന്ത്രങ്ങൾ എത്തിച്ചതിലെ കാലതാമസവും എത്തിച്ച യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതുമാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുന്നതിലെ തടസ്സം. കൂലി തർക്കം ആരോപിച്ച് യന്ത്രം ഇറക്കാനാവാതെ ദിവസങ്ങളോളം കിടന്നിരുന്നു. പിന്നീട് ബന്ധപ്പെട്ടവർ ഇടപെട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ സൗജന്യമായി യന്ത്രം ഇറക്കി വെച്ചു. പിന്നീട് യന്ത്രം 1ാം നിലയിലേക്ക് എത്തിക്കാൻ ദിവസങ്ങളെടുത്തു. യന്ത്രം പ്രവർത്തനക്ഷമമാക്കാൻ കമ്പനി ടെക്നീഷ്യനെ അയക്കാൻ കാലതാമസം വന്നതും പ്രശ്നമായി. 2 യന്ത്രങ്ങളും എത്തി ടെക്നീഷ്യന്മാർ തിയേറ്ററിൽ സ്ഥാപിച്ചുവെങ്കിലും പ്രവർത്തിപ്പിക്കാനായില്ല. നിലവാരമില്ലാത്ത യന്ത്രങ്ങളാണ് എത്തിച്ചതെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ശസ്ത്രക്രിയകൾ മുടങ്ങിയതും ഓട്ടോക്ലേവ് യന്ത്രം സ്ഥാപിക്കാത്തതും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും എത്രയും വേഗം യന്ത്രം പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കാണിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ESI ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടിന് നോട്ടീസും അയച്ചിരുന്നു. ഏതായാലും ശസ്ത്രക്രിയകൾ പൂർണ്ണമായി നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുന്നത് രോഗികളും ബന്ധുക്കളുമാണ്. ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഔദ്യോഗിക തലത്തിൽ ഇടപെടലുകളൊന്നും നടക്കുന്നില്ലെന്നും ബന്ധപ്പെട്ടവർ ഇടപെട്ട് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഏലൂർ.